നാളിതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള 2 ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയത്. എങ്ങനെ അത് വിവരിച്ച് പറയണമെന്ന് വാക്കുകളില്ല. അത്രമാത്രം മനോഹരമായിരുന്നു ഓരോ സെഷൻസും. ശരിക്കും അത് ഏത് രീതിയിൽ പറയാൻ ശ്രമിക്കുമ്പോഴും അത് മനസ്സിൻ്റെ രീതിയിലുള്ള ഒരു വിശേഷണമായിട്ട് മാറുകയാണ്. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാനിതിലെത്തിപ്പെട്ട സാറിൻ്റെ ബൊഡോയിൻ ടെക്നിക്കാണ്. ബൊഡോയിൻ ടെക്നിക്ക് വഴി മൈൻഡ് പ്ലസ്സിലെത്തി, മൈൻഡ് പ്ലസ് വഴി ജേർണി വിതിനിലെത്തി, അത് കഴിഞ്ഞ് സത്സംഗം. അത് ആ ഒരു ജേർണിയിൽ എൻ്റെ ഒരു ലൈഫിന് വന്ന മാറ്റങ്ങൾ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു മാറ്റാൻ നോക്കിയാൽ ഇതുവരെ ഞാൻ മാറിയിട്ടുണ്ടാവില്ലായിരുന്നു. പക്ഷേ ഈ സാറിൻ്റെ ഇത്രയും സിമ്പിളായിട്ടുള്ള വേർഡ്സും എല്ലാം ആണ് എന്നെ ഈ പറഞ്ഞ മാതിരി എന്നെ മൊത്തത്തിൽ എൻ്റെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് വന്നു. ജേർണി വിത്തിൻ്റെ ലെവൽ 1ഉം ലെവൽ 2ഉം ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇനിയൊന്നും എനിക്ക് എവിടേക്കും എത്താനില്ല, ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ അറിയാനില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ആയിരുന്നു. കിട്ടുന്ന ബുക്കുകളും കിട്ടുന്ന സെഷൻസും, പ്രാണിക് ഹീലിംഗ്, സദ്ഗുരു, ഓഷോ, ഇനി പോകാൻ എനിക്കിടയില്ലാതെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ജേർണി വിത്തിനിലേക്ക് വരുന്നത്. ഇവിടെ എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജേർണി വിത്തിൻ ലെവൽ 1ലും ലെവൽ 2ലും റിട്രീറ്റ് 1ലും 2ലും പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴുണ്ടായ സെൽഫ് എൻക്വയറിക്കുള്ള പാതയിലുണ്ടായ തടസ്സങ്ങളും ഒരുപാട് സംശയങ്ങളൊക്കെ അതിനുള്ളൊരു മറുപടി ഇതിൽ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 ദിവസത്തെ ഈ സത്സംഗം പരിപാടി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗ്രേറ്റ്. എനിക്ക് വളരെയധികം സംതൃപ്തി എനിക്ക് ലഭിച്ചു. എനിക്ക് തോന്നുന്നു റിട്രീറ്റ് ലെവൽ 1ലും 2ലും നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് അനുഭവപ്പെട്ട കാര്യം നമ്മൾ പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിലുണ്ടായ കൂടുതൽ ചർച്ചയും ഷെയറിങ്ങും ഒരു പരിധിവരെ ഇതിന് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഇനി എനിക്ക് എവിടേക്കും ഒന്നും അറിയാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എവിടെ ചെന്നാലും നമുക്കൊരു ഇതല്ല എന്നുള്ളിടത്തു നിന്ന് ഇതാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ആ ഒരു ഗുരു എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത് സാറിൻ്റെ അടുത്തു നിന്നാണ്.